എന്താണ് ശരിക്കും UDFന്റെ നിലപാട്? അയ്യപ്പ സംഗമത്തിന് പോകുന്നുണ്ടോ അതോ തുറന്ന് എതിർക്കുകയാണോ? ബദൽ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം ഇത് രാഷ്ട്രീയ തട്ടിപ്പാണ് എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. UDF വി.ഡി. സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചുരുക്കം അതാണ്. പ്രധാനമായും ബഹിഷ്കരിക്കില്ല എന്നാണ് വാക്കുകളിൽ പറഞ്ഞതെങ്കിൽ പോലും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളിൽ ഊന്നിയാണ് വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. അതായത് 2 ചോദ്യങ്ങളിൽ ഒന്ന്, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ? സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എന്നുള്ളത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമായിരുന്നു. അത് പിൻവലിക്കുമോ എന്നുള്ളത്. 2, ഇതിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ? ഇതിന് 2നും മറുപടി പറയൂ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായും UDFന്റെ നിലപാടായി അല്പസമയം മുമ്പ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഇതിൽ വർഗീയത വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇത് CPMന്റേത് മാത്രമല്ല, ഇതിൽ മുതലെടുക്കുക സ്വാഭാവികമായി വർഗീയ ശക്തികളാണ്. വർഗീയ ശക്തികൾക്ക് വേണ്ടിയുള്ള കളമൊരുക്കുകയാണ് CPIM എന്ന ഗുരുതരമായ ആരോപണം വി.ഡി. സതീശൻ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്തുണ്ടായ വിഷയങ്ങൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിലും പരിപാടിയിൽ UDF പങ്കെടുക്കുമെന്നോ UDF പങ്കെടുക്കില്ല എന്നോ വ്യക്തമായ ഒരു ധാരണയിലേക്ക് പോകുന്നില്ല. ഇനിയിപ്പോൾ 1, സത്യവാങ്മൂലം പിൻവലിക്കുക, 2, അന്നെടുത്ത കേസുകൾ പിൻവലിക്കുക. ഇത് 2ഉം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും UDF ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ് സുജിയ, ഈ വാർത്താ സമ്മേളനത്തോടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇനിയിപ്പോൾ കേസുകൾ പിൻവലിച്ചാലും ഇല്ലെങ്കിലും സത്യവാങ്മൂലം പിൻവലിച്ചാലും ഇല്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് CPIMന്റെ രാഷ്ട്രീയ തട്ടിപ്പാണെന്നും ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ശരിയല്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതായത് തൻ്റെ ഓഫീസിലേക്ക് തന്നോട് മുൻകൂർ അനുമതി വാങ്ങിക്കാതെ വരുന്നു, ഓഫീസിലെത്തുന്നു, കത്ത് കൊടുക്കുന്നു, മടങ്ങിപ്പോകുന്നു, ഇതാണ് പറഞ്ഞത്. അതല്ലാതെ താൻ കാണാതെ മടക്കി അയച്ചു എന്ന് പറയുന്ന വാർത്തകൾ തെറ്റാണ് എന്നാണ് വി.ഡി. സതീശൻ വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ രക്ഷാധികാരിയായി തീരുമാനിക്കുന്ന സമയത്ത് തന്നോടത് ചോദിക്കേണ്ടതുണ്ട്. അത് ചോദിച്ചില്ല. ചുരുക്കത്തിൽ സുജയ, ആഗോള അയ്യപ്പ സംഗമത്തോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് BJP ആയാലും UDF ആയാലും മുമ്പുണ്ടായിരുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സജീവമായി കേരളത്തിൽ ചർച്ചയാക്കാൻ ഈ 2 മുന്നണികളും ഉദ്ദേശിക്കുന്നു എന്ന കാര്യം ഉറപ്പാവുകയാണ് സുജിയ. TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ ഓണക്കാലത്ത് അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ വിഷയമായി, വിവാദ വിഷയമായി പ്രതികരണങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്.